ഫേസ്ബുക്ക് എന്ന സാമൂഹ്യ മാധ്യമം നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ട് 20 വർഷത്തോളമായി. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആശയവിനിമയത്തിനുള്ള ഒരു പുതിയ സാധ്യത എന്ന നിലയിലാണ് ഫേസ്ബുക്കിനെ തുടക്കം തൊട്ട് തന്നെ നോക്കിക്കാണുകയും അതിൽ ആക്റ്റീവായിട്ട് ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ പകർന്നു തന്നിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു ഇത് വലിയ രീതിയിലുള്ള ചില ആധിപത്യങ്ങൾക്ക്, ചില പ്രത്യേകമായിട്ടുള്ള പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു ആശങ്കയാണ് നമ്മൾ മുന്നിലുള്ളത്. ചില ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ, അവരുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ, സംഘപരിവാർ അടക്കമുള്ള വിധ്വംസക ശക്തികൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന വേളയിൽ ഒക്കെ പലപ്പോഴും റീച്ച് വളരെ കുറയുന്ന അനുഭവമൊക്കെയാണ് ഞാൻ അടക്കമുള്ള പലർക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് മാധ്യമമായാലും അത് ഭരണകൂടം തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയമായ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയും ദുരുപയോഗപ്പെടുത്തുമ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹ്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടി നമുക്ക് ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഫാഷിസ്റ്റുകളും സങ്കുചിത താല്പര്യക്കാരും ദുരുപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ള ഒരു വലിയ ജനാധിപത്യ ദൗത്യം നമുക്ക് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.